എങ്ങനെയാണ് നമ്മൾ ക്ഷമിക്കേണ്ടത്? നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. ആ വ്യക്തി നമ്മളോട് കാണിച്ചത്, പറഞ്ഞത്, ചെയ്തത്, പ്രവർത്തിച്ചത് ഓർക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് ക്ഷമിക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. കൊലോസ്യർ 3-ാം അധ്യായം 12, 13, 14 വാക്യങ്ങളിൽ, അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോടൊരുവൻ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ. നമ്മൾ എന്താണ് ധരിക്കേണ്ടത്? എന്താണ് ധരിക്കേണ്ടത്? മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട്. അപ്പൊ ഇതൊന്നും ധരിക്കാതെ വേറെ എന്നാക്ക് നിങ്ങൾ പുറമേ ധരിച്ചു എന്ന് പറഞ്ഞാലും അത് ദൈവവചനം അനുശ്വാസിക്കുന്ന കാര്യമല്ല. ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് ഡ്രസ്സ് ധരിക്കാനല്ല, ക്ഷമ ധരിക്കുവാനാണ്, ദയ ധരിക്കുവാനാണ്, മനസ്സലിവ് ധരിക്കാൻ. ഇതൊന്നുമില്ലാതെ വേറെ എന്തോ ധരിച്ചത് കൊണ്ട് എന്താണ് അർത്ഥം? അടുത്ത വാക്യത്തിൽ പറയുന്നു, അന്യോന്യം പൊറുക്കുകയും ഒരുവനോടൊരുവന് വഴക്കുണ്ടായാൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉണ്ടാകത്തില്ലെന്നൊന്നും പറയത്തില്ല കേട്ടോ, ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വഴക്കുണ്ടായാൽ, എന്തെങ്കിലും ഒരു കശപിശ ഉണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ. സാഹചര്യം അങ്ങനെ വന്നു പോയെങ്കിൽ തമ്മിൽ ക്ഷമിക്കണം. അപ്പം നമ്മൾ ചോദിക്കുക, എങ്ങനെ ക്ഷമിക്കണം? എന്നോട് കാണിച്ചത് ഓർത്താൽ, എന്നോട് പറഞ്ഞത് ഓർത്താൽ, എന്നോട് ആ പെരുമാറിയത് ഓർത്താൽ എനിക്കൊന്നും ക്ഷമിക്കാൻ പറ്റുകയില്ല എന്ന് ചിന്തിക്കുമ്പോൾ 13-ാം വാക്യം പറയുന്നു, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ. അപ്പൊ കർത്താവ് എങ്ങനെയാ നിങ്ങളോട് ക്ഷമിച്ചത്? അമ്മയറിയാത്ത, അപ്പനറിയാത്ത, കുടുംബക്കാരറിയാത്ത, സഹോദരങ്ങൾ അറിയാത്ത എത്രയെത്ര വലിയ തെറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ദൈവത്തിന് നിരക്കാത്ത എന്തെല്ലാം കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞു കാണും, ചിന്തിച്ചു കാണും, പ്രവർത്തിച്ചു കാണും. അതെല്ലാം മനസ്സിൽ വെച്ച്, ഉള്ളത്തിൽ വെച്ച് ദൈവം പെരുമാറിയിരുന്നെങ്കിൽ ഇന്ന് ഈ ഭൂമിയിൽ നമ്മൾ ഉണ്ടാകുമോ പ്രിയപ്പെട്ടവരെ? ഇന്ന് ഈ ഭൂമിയിൽ ഒരിക്കലും നമ്മൾ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും ക്ഷമിക്കുവീൻ, അങ്ങനെ ചെയ്യുവീൻ. എന്നിട്ട് 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിക്കുവീൻ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, നന്ദിയുള്ളവരായിരിപ്പീൻ. 15-ാമത്തെ വാക്യത്തിൽ അങ്ങനെ അവസാനം പറയുന്നേ, നന്ദിയുള്ളവരായിരിപ്പീൻ. എങ്ങനെയാണ് നമ്മൾ ക്ഷമിക്കേണ്ടത്? നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. ആ വ്യക്തി നമ്മളോട് കാണിച്ചത്, പറഞ്ഞത്, ചെയ്തത്, പ്രവർത്തിച്ചത് ഓർക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് ക്ഷമിക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് യേശു കർത്താവ് നിങ്ങളോട് എങ്ങനെയാ ക്ഷമിച്ചത്? അവൻ്റെ ക്ഷമയുടെ ആഴം എത്ര വലുതായിരുന്നു! നാം ചെയ്ത അകൃത്യങ്ങളെ അവൻ ഓർത്തിരുന്നെങ്കിൽ, നമ്മുടെ പാപങ്ങളെ കൊത്തവണ്ണം അവൻ നമ്മോട് പകരം ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഒരു പക്ഷേ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ പോലും കഴിയില്ല. അതിനുള്ള അനുവാദം പോലും ഇല്ലായിരുന്നു പ്രിയപ്പെട്ടവരെ. എന്നേ നരകത്തിൽ പോകേണ്ട സമയം കഴിഞ്ഞു. ഇന്നും നമ്മളെ നിലനിർത്തിയിരിക്കുന്നതും ഇന്നും നമ്മളെ നിത്യതയ്ക്ക് അവകാശിയാക്കി നമ്മുടെ കുറ്റങ്ങളെ, കുറവുകളെ ഒക്കെ കർത്താവിനോട് ഏറ്റു പറഞ്ഞപ്പം കർത്താവ് നമ്മളോട് ക്ഷമിച്ച് നമ്മളെ നിലനിർത്തിയിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ ഹൃദയം, ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, എല്ലാറ്റിനും മീതെ, അന്യഭാഷയ്ക്കും മീതെയാണത്, കൃപാവരങ്ങൾക്കും മീതെയാണത്, എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പീൻ. അപ്പൊ എന്തൊക്കെയാ ധരിക്കേണ്ടത്? പ്രത്യേകമായി ഈ ഭൂമിയിലെ കാശ് കൊടുത്ത് മേടിച്ചിടുന്ന എന്തോന്നല്ല. യഥാർത്ഥമായി ധരിക്കേണ്ടത്, ഏത് വസ്ത്രം ധരിക്കുന്നവരാണെങ്കിലും സ്നേഹമില്ലെങ്കിൽ എന്ത് ഗുണം? സഹജീവികളോട്, സഹോദരങ്ങളോട്, കൂടപ്പിറപ്പുകളോട് സ്നേഹവും കരുതലും പ്രതിബദ്ധതയും ഇല്ലെങ്കിൽ ഈ പുറമേ കാണിക്കുന്ന അഭിനയങ്ങൾ കൊണ്ട് എന്താണ് അർത്ഥമുള്ളത് പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് ധരിക്കേണ്ടത് ബന്ധമാണ്. ബന്ധമുണ്ടാകണം, സ്നേഹം ധരിക്കണം. ഇതുണ്ടെങ്കിൽ, സ്നേഹമുണ്ടെങ്കിൽ, ക്ഷമിക്കുന്ന മനസ്സുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. കണ്ടോ? അപ്പം ക്ഷമിക്കപ്പെടാത്ത മനോഭാവം ഉള്ളവൻ എന്ത് കാണത്തില്ല?
സമാധാനം കാണത്തില്ല. ക്ഷമിക്കപ്പെടാത്ത മനോഭാവമായിട്ട് നടക്കുന്നവൻ്റെ ഉള്ളിൽ സ്വസ്ഥത കാണത്തില്ല. അവന് പണം കാണുമായിരിക്കും, വാഹനം കാണുമായിരിക്കും, വസ്തുക്കൾ കാണുമായിരിക്കും, പേരും പ്രശസ്തിയും കാണുമായിരിക്കും. പക്ഷെ ഒരിക്കലും അവൻ്റെ ഹൃദയത്തിൽ ഒരിക്കലും സമാധാനം കാണുകയില്ല. എപ്പോഴും അവൻ്റെ ഹൃദയത്തിനകത്ത് അങ്കലാപ്പും അസ്വസ്ഥതകളും പാകയും കോപവും കയ്പും അഴുക്കുമായിരിക്കും. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴണമെങ്കിൽ സ്നേഹം ധരിക്കുന്നവരായി, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കുന്നവരായിരിപ്പീൻ. എന്നിട്ട് ആ 15-ാമത്തെ വാക്യം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: നന്ദിയുള്ളവരായിരിപ്പീൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, നന്ദിയുള്ളവരായിരിക്കണം കേട്ടോ. മൃഗങ്ങൾക്ക് പോലും ഉണ്ടത്. വീട്ടിലൊരു നായയെ വളർത്തുന്നെങ്കിൽ ആ നായ നന്ദിയുള്ളതായിരിക്കും, സത്യമായിട്ട്. പ്രൈസ് ഗോഡ്. ഒരു പക്ഷിയോട്, വീട്ടിൽ വളർത്തുന്നൊരു തത്തമ്മയോട്, ഒരു പക്ഷിയോട് അതിന് ആ കൊടുക്കേണ്ട ഫുഡൊക്കെ കൊടുത്താൽ അത് കയ്യിലൊക്കെ വന്നിരിക്കുകയും അത് ആ സ്നേഹം തിരിച്ചു പ്രകടമാക്കുകയും ചെയ്യും. ഒരു നായ പോലും അതിന് കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ 10 ഇരട്ടി സ്നേഹം അത് തിരികെ തരും. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനെന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞതിൻ്റെ കൂടെ ഞാൻ പറയട്ടെ, അവൻ മൃഗത്തെക്കായിലും കഷ്ടമാകുകയാണ്. കാരണം മൃഗങ്ങൾക്ക് പോലും തൻ്റെ സഹജീവികളോട് സ്നേഹമുണ്ട് പ്രിയരെ. തൻ്റെ ഒരു കാക്കയൊന്ന് കല്ലെടുത്ത് എറിഞ്ഞു നോക്കി, ഒരു കാക്കയൊന്ന് കല്ലെടുത്ത് എറിഞ്ഞു നോക്കി. ആ കാക്ക കരയുമ്പോൾ നിങ്ങൾക്ക് കാണാം എല്ലാ കാക്കകളൂടെ അവിടുന്ന് ഇവിടുന്ന് എല്ലാം ഓടി വരുന്നത്. സത്യമായ കാര്യം. ഒരു കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിൽ വെച്ചുകൊണ്ടിരിക്കാൻ പോകുമ്പം അതിനകത്തൊരു കോഴിക്കുഞ്ഞിനെ വന്ന് നിങ്ങൾ കാലുകൊണ്ട് തട്ടാൻ ചെന്നേ, ആ കോഴി നിങ്ങളെ കൊത്താൻ വരും. ആ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന, ആ കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിൽ വെച്ച് സ്നേഹിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇന്ന് നമുക്ക് നമ്മുടെ ലോകത്ത് ഇതുവെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. സ്വന്തം മക്കളെ പോലും കൊല്ലുന്ന അമ്മമാരെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുകയല്ലേ. ഒരിക്കലും ഒരു തള്ളക്കോഴി ആ കുഞ്ഞുങ്ങളെ കഴുകന് വിട്ടുകൊടുക്കുകയില്ല. ഒരിക്കലും ഒരു തള്ളക്കോഴി ആ കുഞ്ഞുങ്ങളെ മറ്റ് മൃഗങ്ങൾ പിടിക്കുന്ന കാണാൻ ഇഷ്ടമല്ല. പക്ഷേ അതിനേക്കാൾ കഷ്ടമായില്ലേ ഇന്ന് പല വ്യക്തിത്വങ്ങളും, സത്യമല്ലേ ഇന്ന് ഈ ലോകത്തിൽ നടക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കണം. ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും നിങ്ങൾക്ക് തന്നവരോട് നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കണം. മൃഗങ്ങൾ പോലും അത് കാണിക്കുന്നു. നിങ്ങളൊരു വഴിയിലൂടെ ഒരു നായ പോവുകയാണ്, നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്തൂടെ ഒരു നായ അലഞ്ഞു തിരിഞ്ഞു പോവുകയാണ്. നിങ്ങൾ ഒരു ദിവസം അതിന് ചോറ് കൊണ്ടുവച്ച് കൊടുത്തു. 2ാമത്തെ ദിവസം നിങ്ങളുടെ വീടിൻ്റെ ഗേറ്റിൻ്റെ അവിടെ വരുമ്പോൾ ഇവൻ അവിടെ നിന്ന് നിൽക്കും. 2ാമത്തെ ദിവസം നിങ്ങളത് കൊടുത്തു, 3ാമത്തെ ദിവസം നിങ്ങൾ കൊടുത്തു. നിങ്ങൾക്കൊരു സത്യം അറിയപ്പെടുവരെ, ഒരാഴ്ചക്കകത്ത് നിങ്ങളുടെ ഗേറ്റിൻ്റെ വാതിലിൽ കാണും ഈ നായ എന്ന് പറയുന്നത്. നിങ്ങൾ റോഡിൽ നിന്ന് നടന്നു വരുമ്പോഴേ വാല് വാട്ടി നിങ്ങൾ കടയിൽ പോകാതെ നിങ്ങളുടെ കൂടെ പുറകേ വരും. സത്യം പറഞ്ഞ് ഈ മൃഗങ്ങൾക്കുള്ള മനസ്സാക്ഷി പോലും മനുഷ്യർക്കില്ല. മൃഗങ്ങൾക്കുള്ള ആ മനസ്സ് പോലും ഇന്ന് മനുഷ്യർക്ക് നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. നിങ്ങൾ നന്ദിയുള്ളവരായിരിപ്പീനെന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നു.